നമസ്കാരം. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നു എന്ന നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മാധ്യമങ്ങളോ രാഷ്ട്രീയ നിരീക്ഷകരോ മറ്റു പാർട്ടികളിലെ നേതാക്കളോ അല്ല, മറിച്ച് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി മേജർ മനോജ് എം നരവനെയാണ്. ഇതിൽ കൂടുതൽ ഇനി എന്ത് തെളിവാണ് രാജ്യത്തിലെ ജനങ്ങൾക്ക്, അതായത് രാജ്യത്തിന്റെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടത്? രാഹുൽ ഗാന്ധി തെറ്റായ വിമർശനങ്ങൾ ഉയർത്തുക വഴി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് ചോർത്തുന്നതിന് സഹായിക്കുന്നുവെന്നാണ് മുൻ കരസേനാ മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചൈന ഇന്ത്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു എന്ന രാഹുൽ ഗാന്ധിയുടെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചെന്നിട്ട് വിഘടനവാദികളുമായി ഇന്ത്യയുടെ നയതന്ത്രമായ വിഷയങ്ങൾ, അതായത് രഹസ്യ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്നത് പണ്ടേ ഒരു സംശയമുണ്ടായിരുന്നു. ജസ്റ്റ് മീഡിയയുടെ ജേർണലിസ്റ്റ് രാഹുൽ ശ്രീവാസ്തവയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുൻ കരസേനാ മേധാവി മനോജ് എം നരവനെ. ചൈന ഇന്ത്യയുടെ ഇത്രായിരം കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. വേണ്ടത്ര അറിവില്ലാതെയാണ് അവർ ഇതുപോലുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി പടച്ചുവിടുന്നത്. ഇവർക്ക് മാപ്പ് കൊടുക്കുക മാത്രമേ വഴിയുള്ളൂ. അതൊരു തന്ത്രമാണ്. വേണമെന്ന് വെച്ചാൽ തന്നെ ഒരു നുണ പ്രചരിപ്പിക്കുന്നു. അത് മാധ്യമങ്ങൾ പ്രിന്റ് ചെയ്ത് വരുന്നു. ഉടനെ സർക്കാർ ഇതിന് വിശദീകരണം നൽകേണ്ടി വരുന്നു. ഇതൊരു കെണിയാണ് എന്ന് മനോജ് എം നരവന പറയുന്നു. ഇതുപോലുള്ള പ്രസ്താവനകൾ ഉയർത്തിയാൽ ഇന്ത്യയുടെ ശത്രുക്കൾ അത് അവസരമായി ഉപയോഗപ്പെടുത്തും. അവർ ഇന്ത്യയിലെ രഹസ്യങ്ങൾ ചോർത്താൻ ഇത്തരം വിമർശനങ്ങൾ ഉപയോഗിക്കുമെന്ന് മനോജ് എം നരവനെ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ സർക്കാർ ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകും. ഇത് രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ ആവശ്യത്തെക്കാൾ അധികം ചോരാൻ കാരണമാകും. അത് ശത്രുക്കളുടെ കയ്യിലേക്ക് എത്താൻ കാരണമാകും. ഇത് ശത്രുക്കളുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും ഒരു തന്ത്രമാണ്. അതായത് കൂടുതൽ കാര്യങ്ങൾ ഇന്ത്യക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ട് ഒരു ആവശ്യതയിലേക്ക് വരും. അതുകൊണ്ടാണ് പാകിസ്ഥാനെ പറ്റിയും ചൈനയെ പറ്റിയും ഒക്കെ ഓരോ ദിവസവും രാഹുൽ ഗാന്ധി ഓരോ വെളിപ്പെടുത്തൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇന്ത്യ അങ്ങനെ ചെയ്തു, ഇന്ത്യ ഈ സ്ഥലങ്ങളിൽ ഇത്രയും കയ്യേറി, ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യ ഇങ്ങനെയൊരു സംഭവം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിദേശകാര്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിനും അതിന്റെ ഒരു വിശദീകരണം മാധ്യമങ്ങൾക്കും ഇന്ത്യൻ ജനതയ്ക്കും കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടൊരു ഡീപ്പായിട്ടുള്ള ഒരു വിശദീകരണം, ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥയാകും. ഇതൊരു ഡീപ്പ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ, ഇതെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ രീതികളെല്ലാം തന്നെ നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോൾ, ഇതെല്ലാം ഒരു വ്യക്തമായ ഒരു ഡീപ് സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഗൂഢ ലക്ഷ്യം, ഒരു ഗൂഢാലോചനയുടെ, ഒരു ശത്രുക്കളുടെ ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും സോണിയാഗാന്ധിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ രാജ്യദ്രോഹികളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. ഒരു കാരണവശാലും ഇവർ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശത്രുക്കൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു വരരുത് എന്നൊന്നും ഇവർ താല്പര്യപ്പെടുന്നില്ല. കാരണം മുംബൈ ഭീകരാക്രമണമൊക്കെ വലിയ സംശയത്തിന്റെ രീതിയിലേക്ക് നമുക്ക് നോക്കേണ്ടി വരും. കാരണം പാകിസ്ഥാനിൽ നിന്നടക്കം രാഹുൽ ഗാന്ധിക്കും സോണിയയ്ക്കും ഒക്കെ വലിയ രീതിയിലൊരു സന്ദേശം, അതായത് സന്ദേശങ്ങളും വലിയ രീതിയിൽ മറ്റേ ബോക്സുകളിലൊക്കെ ആയിട്ട് മാങ്ങയും ചോക്ലേറ്റും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടിച്ചേർക്കുമ്പോൾ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹപരമായ ഒരു കാര്യത്തിലേക്ക്, പ്രവർത്തിയിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഒരു വ്യക്തമാക്കേണ്ടി വരുന്നത്.